ദാവീദ് പറയുന്നത് പോലെ പുണ്യമുള്ളവരുടെ സഹവാസത്തിൽ നാം പുണ്യവാന്മാരായി തീരുമെങ്കിൽ, സങ്കീർത്തനം 17:26, ശക്തി തന്നെയായ ദൈവത്തോട് പരിപാവനമായ ആത്മീയ ഐക്യത്തിൽ ഒന്നായി തീരുമ്പോൾ നമുക്കും അജയ്യമായ ശക്തി സിദ്ധിക്കുമെന്നതിൽ സംശയത്തിന് അവകാശമില്ലല്ലോ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആഭ്യന്തര ആത്മീയതയുടെ 249 സെഷനാണല്ലോ ഇത്. 7-ാം സദനത്തെക്കുറിച്ചുള്ള 23-ാമത്തെ വിചിന്തനവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. 7-ാം സദനത്തെക്കുറിച്ചുള്ള 4-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ ഖണ്ഡികയിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത്. ജപദാനങ്ങളിൽ മാത്രം ആശ്രയിച്ച് മുങ്ങി മുഴുകി പോയാൽ പോരാ, സുഹൃതങ്ങളിൽ വളരണം. പ്രത്യേകിച്ച് എളിമയിൽ ആഴപ്പെടണം. ക്രൂശിതനെ നോക്കിക്കൊണ്ട് ആത്മരക്ഷയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ മഹത്വത്തിനായി സ്വർഗത്തിലേക്ക് സമ്പാദിക്കാൻ വേണ്ടിയുള്ള തീക്ഷ്ണമായ ശുശ്രൂഷകൾ വ്യാപരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം എന്ന് മദ്രസ പറയുകയാണ്. അതേക്കുറിച്ച് വീണ്ടും ആഴപ്പെടുത്തി മദ്രസ പങ്കുവെക്കുകയാണ്. നിങ്ങൾക്ക് തോന്നിയേക്കാം ഞാൻ ആരംഭകരെ കുറിച്ചാണ് പറയുന്നതെന്നും കുറച്ച് പുരോഗമിക്കുമ്പോൾ വിശ്രമിക്കാമെന്നും. അപ്പം 7-ാം സദനത്തിൽ എത്തിക്കഴിയുമ്പോൾ നമ്മളൊക്കെ ഒരുപക്ഷെ അകലെന്ന് നോക്കിയപ്പം ധരിച്ചിരുന്നത് 7-ാം സദന അനുഭവത്തിലേക്ക് വന്നു കഴിയുമ്പം വേറെ ഒന്നിനും പോകാതെ മണവറയിൽ മണവാളിനും മണവാട്ടി ഒരുമിച്ചായിരിക്കുന്ന പോലെ ദൈവത്തോട് ചേർന്ന് എല്ലാം മറന്ന് ലയിച്ചായിരിക്കുന്ന ഒരു അനുഭവം. ഒരു ബാഹ്യമായ വ്യഗ്രതകളില്ല, പ്രവർത്തനങ്ങളില്ല, അലച്ചലുകളില്ല. അങ്ങനെ ശരീരത്തെ, ലോകത്തെ, ബാഹ്യലോകത്തെ പ്രവർത്തനങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് നിരന്തര പ്രാർത്ഥന വ്യാപരിക്കുന്ന ഒരവസ്ഥ. അങ്ങനെ എത്തിച്ചേർന്നേക്കുമെന്നാണ് നമ്മളൊക്കെ പലപ്പോഴും കരുതിയിട്ടുള്ളത്. ഞാനങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല ഇവിടെ അമൃതസ്യ പറയുന്നത്. നേരെ എതിരോടാന്ന് വേണേൽ പറയാം. അതവിടെ ശക്തമായിട്ട് അമൃതസ്യ പറഞ്ഞു വരുന്നത്. അവിടെ ഈ പറയുന്ന കാര്യങ്ങൾ ആരംഭകരെ കുറിച്ചുള്ളതല്ല, ആഴപ്പെട്ടവരെ കുറിച്ചുള്ളതാണ്. എന്താണ്? എന്നാൽ ഉള്ളിൽ അനുഭവിക്കുന്ന നിർവൃതി നിമിത്തം വേറെ ആശ്വാസം അത്ര അധികമൊന്നും തങ്ങൾക്ക് ആവശ്യമില്ലാത്തതിനാൽ ബാഹ്യമായ വിശ്രമത്തിന്റെ കാര്യം ഈ ആത്മാക്കൾ ഒട്ടും തന്നെ ഗവനിക്കുന്നില്ലെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. വിശ്രമത്തിന് പോലും അല്ലെ ബാഹ്യമായ മറ്റു ആശ്വാസത്തിന് പോലുള്ള താല്പര്യമോ അന്വേഷണമോ ത്വരയോ ആവശ്യമോ ഒന്നും ഇല്ലാത്ത രീതിയിൽ ദൈവിക ശുശ്രൂഷകളെ വ്യാപരിക്കാനുള്ള തീക്ഷ്ണതയാണ്. അതിന് കാരണം ഉള്ളില് നിരന്തരം ആവശ്യമുള്ളതെല്ലാം കിട്ടുന്നുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യം, സാമീപ്യം, അതുവഴിയായിട്ട് ഉള്ളില് ആശ്വാസവും സാന്ത്വനവും ആനന്ദവും എല്ലാം കിട്ടുന്നുണ്ട്. ഇനി വേറെ അടുത്തത് കിട്ടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇനി വേറെ വിശ്രമത്തിന്റെയും ആശ്വാസ അന്വേഷണത്തിന്റെയും ഒന്നും ആവശ്യമില്ല എന്നുള്ള അവസ്ഥയാണ്. ഞാൻ ഈ വിവരിച്ച അഭിനിവേശങ്ങളുടെയും ഇൻസ്പിറേഷൻസ് അഥവാ അഭിലാഷങ്ങളുടെയും ആസ്പിറേഷൻസ്, അഭിലാഷങ്ങൾ എന്ന് പറയും കൂടുതൽ ശരി, ആത്മാവ് തൻ്റെ ആന്തരികമായ കേന്ദ്രത്തിന് വെളിയിലും സ്വന്തം വാസസ്ഥാനത്തിന് ചുറ്റുമുള്ള സദനങ്ങളിലും കഴിഞ്ഞുകൂടുന്ന ജന്തുക്കൾക്ക് അയക്കുന്ന സന്ദേശങ്ങളുടെ ഉദ്ദേശം എന്താണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? 2 കാര്യങ്ങളുടെ ഉദ്ദേശത്തെ പറ്റി നമ്മൾ ചോദിക്കുകയാണ്. ഒന്ന്, ഉള്ളിൻ്റെ വലിയ അഭിനിവേശം, ആകാംക്ഷ, തീക്ഷ്ണത, ആഗ്രഹം, ദൈവത്തെ സ്നേഹിക്കാൻ, ദൈവത്തിന് കൂടെ ആയിരിക്കാൻ, ഒപ്പം ശുശ്രൂഷയിൽ അനേകർക്ക് വേണ്ടി അധ്വാനിക്കാൻ, അനേകരെ ശുശ്രൂഷയിലൂടെ ദൈവത്തിലേക്ക് അടുപ്പിക്കാനുള്ള ആ ഒരു തീക്ഷ്ണത, ആ ഒരു ആസ്പിറേഷൻ അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ. അതിൻ്റെ കൂടെ ആത്മാവ് തൻ്റെ ആന്തരികമായ കേന്ദ്രത്തിന് വെളിയിലും സ്വന്തം വാസസ്ഥാനത്തിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ കഴിഞ്ഞുകൂടുന്ന ജന്തുക്കൾക്ക് അയക്കുന്ന സന്ദേശങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? അപ്പം ഒരു വശത്ത് ഉള്ളിലെ ആഗ്രഹങ്ങളും തീക്ഷ്ണതയും അങ്ങനെ, മറുവശത്ത് തൻ്റെ ചുറ്റുമുള്ള ജന്തുക്കൾ എന്ന് പറഞ്ഞിരിക്കുന്നു. നേരത്തെ പറഞ്ഞ ഇഴജന്തുക്കൾ എന്ന് പറഞ്ഞ സദനങ്ങളൊക്കെ പുറത്തുള്ളതാണ്. ഇവിടെ നമുക്ക് തിരിയുന്നത് അമ്മസെ പറഞ്ഞു വരുമ്പോൾ മനസ്സിലാകുന്നത് തൻ്റെ തന്നെ ഉള്ളിലുള്ള പരിചാരകരും കാര്യസ്ഥരുമൊക്കെ എന്ന് പറഞ്ഞ് നമ്മൾ വിശദീകരിക്കുന്ന കുറേ കൂട്ടര് നമ്മുടെ തന്നെ ഉള്ളിലുണ്ട്, നമ്മുടെ തന്നെ ജീവിതത്തിന്റെ ഭാഗമായിട്ടുണ്ട്. ബുദ്ധി, മനസ്സ്, ആഗ്രഹം, ഇച്ഛാശക്തി, ഭാവന, പിന്നെ ആന്തരേന്ദ്രിയങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ, ശരീരം, അതിൻ്റെ മറ്റെല്ലാ ക്രമീകരണങ്ങൾ, ഇതെല്ലാം ആയിരിക്കുന്ന ഒരു സമൂഹം. അതിൻ്റെ നടുവിലാണ് ഉള്ളിൻ്റെ ഉള്ളിൽ 7-ാം സദനത്തിൽ ദൈവത്തിലൂടെ ആയിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിലൂടെ ആയിരിക്കുമ്പോഴും തൻ്റെ ചുറ്റുമുള്ള ഈ പരിചാരക വൃന്ദം, ചുറ്റുമുള്ള
ആ സമൂഹം, അതിനെയാണ് ഇവിടെ മദ്രസ ജന്തുക്കൾ എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് തിരിയുന്നത്. കാരണം ഒരുപക്ഷെ അതിനപ്പുറത്ത് ഹർമ്മ്യത്തിന് പുറത്തുള്ള പൈശാചിക അരൂപികളുടെ മേഖല അവിടെ വരുന്നുണ്ടാവും. പക്ഷെ അത് പറഞ്ഞ് വിശദീകരിക്കുമ്പോൾ അത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, നമുക്ക് ശ്രദ്ധിക്കാം. അപ്പൊ അവയ്ക്ക് അയക്കുന്ന സന്ദേശങ്ങൾ എന്ന് പറഞ്ഞാൽ അവയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അവയോട് എന്തോ ആവശ്യപ്പെടുന്നു, അവയോട് സംസാരിക്കുന്നു. അതാ ഉദ്ദേശിക്കുന്നത് സന്ദേശം എന്ന് പറയുമ്പോൾ. അതിന്റെ ഉദ്ദേശം എന്താണ്? അവയെ താരാട്ടി ഉറക്കുവാനാണോ? ഇപ്പൊ താരാട്ട് പാടി ഉറക്കുക എന്ന് വെച്ചാൽ പിശാചിക്കളുടെ മേഖലയല്ല ഒന്നാമത് പറയുന്നത്. ആ ഒരു മേഖല ഇപ്പൊ ഏതാണ്ട് ഇനി വിട്ടുമാറിയവരായിട്ടുണ്ട്. മറിച്ച് തൻ്റെ തന്നെ ജീവിതത്തിൽ ഹർമ്മ്യത്തിന്റെ 1-ാം സ്ഥാനം, 2-ാം സ്ഥാനം, 3, 4, 5, 6 ആ മേഖലയിലൊക്കെ ഇടപെട്ടും ഒക്കെ ആയിരുന്ന ഈ പറഞ്ഞ പരിചാരക വൃന്ദം അല്ലെ ആത്മീയ ശക്തി പറയുന്ന ആ ഒരു മേഖല തന്നെ അവയെ സ്വസ്ഥമായിട്ട് ഇനി താരാട്ട് പാടി ഉറക്കിയേക്കാം. അതുകൊണ്ടാണ് അവയോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതാണ് ഉദ്ദേശം. അല്ല അല്ല അല്ലല്ല മുമ്പ് അവറ്റകളുടെ മധ്യത്തിൽ കിടന്ന് യാതന അനുഭവിച്ചിരുന്ന കാലത്തേക്കാൾ അധികം ഉഗ്രമായ സമരമാണ് ഇപ്പോൾ ഈ ഭദ്രസംഘത്തിൽ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുമ്പ് അവറ്റകളുടെ മധ്യത്തിൽ കിടന്ന് യാതന അനുഭവിച്ചിരുന്നൊരു കാലമുണ്ട്. അവറ്റകളെന്ന് പറയുമ്പം നമുക്ക് പെട്ടെന്ന് പിശാചുക്കളാന്ന് തോന്നും, പക്ഷേ അതിനേക്കാൾ ഉള്ളിലെ കാര്യങ്ങളാണ്. നമ്മൾ ഓരോ സ്ഥലത്തു കൂടെ കടന്നു വന്നപ്പോൾ കാണുകയുണ്ടായി ഭാവന, ചിന്ത, വിചാരങ്ങൾ എന്തുമാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നു, ഓടുന്നു. മരഞ്ചാടിയെ പോലെ അടങ്ങിയിരിക്കുന്നില്ല, ഭാവന നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, ഓർമ്മകള്, ബുദ്ധിയുടെ ചോദ്യങ്ങള്, ചെകച്ചിലുകള്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുടെ ഉപദ്രവങ്ങൾ, അവയുടെ നടുവിൽ ഒത്തിരി യാതന അനുഭവിച്ചിരുന്നു. അവയുമായിട്ട് മല്ല് പിടിച്ചു എല്ലാം. അപ്പൊ ആ കാലത്തേക്കാൾ അധികം ഉഗ്രമായ സമരമാണ് ഇപ്പോൾ ഈ ഭദ്ര സംഘത്തിൽ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആ ശല്യങ്ങളൊന്നുമില്ല, പക്ഷെ എന്നിട്ട് സമരമുണ്ട് ഇവയ്ക്കെതിരെ. ഇവയുടെ പക്കലേക്ക് ഇറങ്ങി ചെല്ലുക വഴിയായിട്ട് ഇവ കൈകാര്യം ചെയ്യുന്ന പരിശ്രമത്തിൽ എന്താണത്? ഈ പറഞ്ഞ മേഖല മുഴുവനെയും ദൈവശുശ്രൂഷയ്ക്കായിട്ട് പര്യാപ്തമാക്കുക എന്നുള്ള പരിശ്രമമാണ് ഇവിടെ മതത്തിൽ പറഞ്ഞു വരുന്നത്. അതായത് ആത്മീയ ശക്തികളും ബാഹ്യേന്ദ്രിയങ്ങളും ശരീരം മുഴുവനും അലസമായിരിക്കാതെ സ്വകൃത്യങ്ങൾ നിർവഹിക്കാൻ നിർബന്ധപൂർവമായ പ്രേരണ ചെലുത്തുന്നുവെന്ന് സാരം. അപ്പോൾ മദ്രസ പറഞ്ഞു വരുന്ന ജന്തുക്കൾ എന്നൊക്കെ പറഞ്ഞത് ഇത് ഈ കൂട്ടർ തന്നെയാണ്. ആരൊക്കെയാണ്? ആത്മീയ ശക്തികൾ, ബാഹ്യേന്ദ്രിയങ്ങൾ, ശരീരം മുഴുവനും. അവരെ വെറുതെ അങ്ങോട്ട് സ്വസ്ഥമായിട്ടൊന്നും ഞാനിവിടെ അകത്ത് ദൈവത്തോടു കൂടിയാണ്, ആത്മാവ് അകത്താണ്, ബാക്കി നിങ്ങൾ എന്നത് കാണിച്ചു, അങ്ങനെയല്ല. ഈ മേഖല ആത്മശക്തികൾ, ബാഹ്യേന്ദ്രിയങ്ങൾ, ശരീരം മുഴുവനും ഒരു നിമിഷം പോലും അലസത്തെ പോകാൻ സമയം നഷ്ടപ്പെടുത്താൻ പറ്റത്തില്ല. അവ സ്വകൃത്യങ്ങൾ നിർവഹിക്കാൻ നിർബന്ധപൂർവമായ പ്രേരണ ചെലുത്തുകയാണ്. അതിനാണ് ഇനി പോരാട്ടം. പോരാട്ടം ഇപ്പം അങ്ങനെയാണ്. അധ്വാനവും സഹനവും കൊണ്ടുള്ള മഹത്തായ പ്രയോജനം അന്ന് അവൾ ഗ്രഹിച്ചിരുന്നില്ല. പണ്ട് ഈ അധ്വാനം, സഹനം, അതിൻ്റെ നേട്ടം അത്ര തിരിഞ്ഞിരുന്നില്ല ആത്മാവിന്. അവ നിമിത്തമായിരിക്കണം ദൈവം അവളെ ഈ നില എത്തിച്ചത്. പക്ഷെ അങ്ങനെ അധ്വാനം ക്ലേശം വഴി തന്നെയാണ് ഇപ്പോൾ ഇത്ര എത്തിയ ദൈവം അവിടെ കൈപിടിച്ച് കൃപയിലേക്ക് കൊണ്ടുവന്നത്. ഇപ്പോൾ അവിടുത്തെ സഹവാസത്തിൽ നിന്ന് സിദ്ധിക്കുന്ന അഭൂതപൂർവമായ ആത്മീയ വീര്യത്തെക്കുറിച്ചും മുമ്പെങ്കും യാതൊരു ഊഹവും ഇല്ലായിരുന്നു. അധ്വാനവും ക്ലേശവും വഴി ഇത്ര ഫലമുണ്ടെന്നുള്ളതൊന്നും പണ്ട് തിരിഞ്ഞില്ല. മാത്രമല്ല കർത്താവിൻ്റെ സാന്നിധ്യ അനുഭവം കിട്ടിക്കഴിയുമ്പോൾ ആ സാന്നിധ്യം വഴി കിട്ടുന്ന ആത്മീയ വീര്യം, ശക്തി, കരുത്ത്, ഇങ്ങനെ ഒരു വീര്യം കിട്ടുമെന്നതിനെ കുറിച്ച് പണ്ടൊരു ഊഹമില്ലായിരുന്നു. ദാവീദ് പറയുന്നത് പോലെ പുണ്യമുള്ളവരുടെ സഹവാസത്തിൽ നാം പുണ്യവാന്മാരായി തീരുമെങ്കിൽ, സങ്കീർത്തനം 17:26, ശക്തി തന്നെയായ ദൈവത്തോട് പരിപാവനമായ ആത്മീയ ഐക്യത്തിൽ ഒന്നായി തീരുമ്പോൾ നമുക്കും അജയ്യമായ ശക്തി സിദ്ധിക്കുമെന്നതിൽ സംശയത്തിന് അവകാശമില്ലല്ലോ. ചൂടുള്ള വെയിലത്ത് വെച്ചിരിക്കുന്ന വസ്തു സൂര്യപ്രകാശത്തിന് ചൂടേറ്റ് ഉണങ്ങി ചൂട് പിടിച്ച് വരുമെങ്കിൽ അഗ്നിക്കുള്ളിലേക്ക് തന്നെ നമ്മൾ ഇറങ്ങിച്ചെന്ന് ഇരുന്നാൽ ചൂട് പിടിക്കുന്ന എന്തുമാത്രമായിരിക്കും, അത് കത്തി ജ്വലിക്കുന്ന അവസ്ഥയിലേക്ക് പോകും. വെയിലത്തിരുന്നാൽ ചൂട് പിടിക്കും, ചൂടുകാറ്റിട്ട് ഏറ്റാലും ചൂട് ഉണ്ടാവും. പക്ഷേ തീക്കകത്തേക്ക് ഇറങ്ങിയിരുന്നാലോ കത്തി എരിയാൻ തുടങ്ങും. അതാണ് പുണ്യവാന്മാരുടെ കൂടെ സഹവാസം നമ്മളെ ചൂട് പിടിപ്പിക്കും, ആത്മീയമായിട്ട് ഉണർവുകളാക്കുന്നുവെങ്കിൽ ദൈവത്തോട് കൂടെയുള്ള സഹവാസം എത്ര അധികമായിട്ട് നമ്മളെ അഗ്നി കൊണ്ട് കത്തിക്കും, തീക്ഷ്ണത കൊണ്ട്, വീര്യം കൊണ്ട്, ശക്തി കൊണ്ടെല്ലാം നിറയ്ക്കും. അത് മനസ്സിലാക്കണമല്ലോ. അതിൽ നിന്ന് സഹിക്കാനും മരിക്കാനും വിശുദ്ധന്മാർക്ക് ഉത്തേജനം നൽകിയ ആത്മീയ വീര്യം നമുക്ക് ബോധ്യമാവുകയും ചെയ്യും. അപ്പം തീക്കകത്ത് കിടക്കുമ്പോഴാണ് തീ കൊണ്ട് കത്തുന്ന, ജ്വലിക്കുന്ന, രൂപാന്തരപ്പെടുന്ന അനുഭവം. എന്ന് പറഞ്ഞ പോലെ ദൈവത്തിൽ വസിക്കുമ്പോൾ, ദൈവം നമ്മിൽ വസിക്കുന്ന അനുഭവിക്കുമ്പോഴാണ് ഇത്രയും ഒരു ശക്തി. അപ്പൊ തിരിയും ഈ വിശുദ്ധരൊക്കെ ഇതുപോലെ സഹനം ഏറ്റെടുക്കാനും ത്യാഗം ഏറ്റെടുക്കാനും അധ്വാനിക്കാനും
എതിർപ്പുകളെയും വിമർശനങ്ങളെയും പരിഹാസങ്ങളെയും എല്ലാം അവഗണിച്ചുകൊണ്ട് മുന്നേറാനും അവർക്ക് എങ്ങനെ സാധിച്ചു? അവരുടെ ഉള്ളിലുള്ള ഈ വലിയ അഗ്നികുണ്ഡം തന്നെ ദൈവത്തിന് സാന്നിധ്യം കിട്ടിയ ആ വീര്യം, ശക്തി കൊണ്ടാണ്. അത് നമുക്കപ്പം മനസ്സിലാക്കാൻ തുടങ്ങും. 11-ാമത്തെ ഖണ്ഡിക, ആത്മാവ് സ്വകേന്ദ്രത്തിൽ നിന്ന് സംഭരിക്കുന്ന ശക്തി ഹർമ്മ്യത്തിലുള്ള സകലർക്കും വിതരണം ചെയ്യുമെന്നത് തീർച്ച തന്നെ. ഇപ്പം ആത്മാവാണ് അകത്ത് ദൈവത്തോടു കൂടി ആയിരിക്കുന്നത്. ആത്മാവിന് കിട്ടുന്ന ശക്തി ആത്മാവിന് മാത്രമായിട്ട് അവസാനിക്കുകയല്ല, ആ ഹർമ്മ്യത്തിലുള്ള എല്ലാവർക്കും കിട്ടും. അതാണ് നേരത്തെ പറഞ്ഞ ആത്മീയ ശക്തികൾ, ബാഹ്യേന്ദ്രിയങ്ങൾ ഇതിന് മുഴുവൻ കിട്ടും. ശരീരത്തിന് പോലും അതിൻ്റെ വിഹിതം ലഭിക്കും. ശരീരത്തിന് തന്നെ ഒരു ഉണർവ്, ഉന്മേഷം കരുതി കിട്ടാൻ തുടങ്ങും. പക്ഷെ പലപ്പോഴും അത് അനുഭവേദ്യമായിരിക്കുകയില്ലെന്ന് തോന്നുന്നു. ചിലപ്പോൾ അത്ര അനുഭവമായിട്ട് വരികയില്ലായിരിക്കാം എന്നൊരു തോന്നലാമത്തിൽ പറയുകയാണ്. ദിവ്യമണവാളൻ അവളെ തൻ്റെ ഉള്ളറയിൽ പ്രവേശിപ്പിച്ച് അവിടെ നിന്ന് പുറത്ത് വിടാതെ അവിടുത്തെ വീഞ്ഞ് കുടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം അങ്ങനെ ആത്മാവിനെ ഇങ്ങനെ ദൈവസ്നേഹത്തിൻ്റെ ലഹരി വീഞ്ഞ് കുടിപ്പിച്ചുകൊണ്ടായിരിക്കുമ്പോൾ ശരീരത്തിന് ചിലപ്പം അതിന് ശക്തി അനുഭവം കിട്ടിയെന്ന് വരികയല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അപ്പുറത്തിൽ പിന്നെയും വരും എന്ന് തന്നെ പറയാം നമുക്ക് ചെയ്യാം. അതിൽ നിന്ന് ശ്രദ്ധിക്കുന്ന വീര്യം ദുർബലമായ ശരീരത്തിലും പ്രതിഫലിക്കാതിരിക്കുകയില്ല. ആത്മാവിന് ഇങ്ങനെ വീര്യം കിട്ടി വരുമ്പോൾ ശരീരത്തിൽ അത് കുറച്ചെങ്കിലും പ്രതിഫലിക്കാതിരിക്കുകയില്ല. ഒരു ഉദാഹരണം പറയുകയാണ്. ഉദരത്തിൽ നിക്ഷിപ്തമാകുന്ന ആഹാരം തലയ്ക്കും ദേഹം മുഴുവനും ബലം നൽകുന്ന ദൃഷ്ടാന്തം ഓർത്താൽ മതി. ഭക്ഷണം കഴിക്കുന്നത് വാ കൊണ്ട് ചെല്ലുന്നത് വയറ്റിലേക്കാണ്. അതുകൊണ്ട് വയറിന് മാത്രമേ കരുത്ത് കിട്ടുന്നുള്ളൂ അല്ല. അമൃതത്തിൽ ഉദാഹരണം ഒന്നാന്തരമായിരിക്കുന്നു. ഭക്ഷണം വയറ്റിലാണ് ചെല്ലുന്നത്, വയറിനാണ് ഭക്ഷണം കിട്ടുന്നത്. പക്ഷേ ആ ഭക്ഷണത്തിലൂടെ കിട്ടുന്ന എനർജി തലയ്ക്കും ശരീരം മുഴുവനും അനുഭവമായിട്ട് മാറുകയാണ്. അതുപോലെ ആത്മാവ് ദൈവത്തോട് ചേർന്നിരുന്നു കൊണ്ട് അനുഭവിക്കുന്ന വീര്യം, ശക്തി ആത്മാവിന് മാത്രമല്ല, ആത്മാവിൻ്റെ ഗുണാരമായിരിക്കുന്ന ശരീരത്തിനും ആത്മാവിൻ്റെ ശുശ്രൂഷകരായിരിക്കുന്ന ശരീരത്തിൽ ശുശ്രൂഷിക്കുന്ന ആത്മശക്തികൾക്കും ആത്മശക്തികൾക്കും എല്ലാത്തിനും കിട്ടുന്നു. അങ്ങനത്തെ ഒരു അനുഭവം ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് വ്യക്തമാക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ ഈശോമിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സഹവാസം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.